മോദിജി ഇവിടെ എത്തിയിരുന്നു. മോദി അറിയാണ്ട് നിങ്ങൾ കടയിൽ ഒരു മനസ്സിലല്ലേ പറയാനല്ലേ. ഹലോ ഗായ്സ്, ദിസ് ഇസ് ദിൽഫാസിൻ. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഹലോ ഗായ്സ്, ദിസ് ഇസ് ദിൽഫാസിൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാൻ പോവാണ്. നമുക്കിന്ന് സൺഡേ ഓഫ് അല്ലേ ഗൈസ്. ആക്ച്വലി നമ്മൾ ഇവിടെ എന്താ പറയുക, മേപ്പാടിയിൽ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് വയനാട് മേപ്പാടിയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മളെ മോദിജി പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വിംസ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് വന്നിക്കാണ്. സോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഹോളിഡേ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മേപ്പാടി ടൗണിലേക്ക് പോവാണ്. നമുക്ക് രാവിലെ ഇപ്പോൾ ഈ ഒരു മണി ടൈമിലാണ്, അല്ല ഒരു 12 മണി ടൈമിലാണ് നമ്മൾ നീക്കുന്നത്. ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ നമുക്ക് ഫുഡ് മേടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോ മേപ്പാടി അങ്ങാടിയാണ് കാണാൻ പോണത്. എന്താ ഒന്നും നമുക്കറിയില്ല. ഇന്നലെ വരുമ്പോ ഭയങ്കര പോലീസും മറ്റേ കമ്പിയൊക്കെ അരിക്ക് കെട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ന് നമുക്ക് പോയാൽ. അതുമില്ല, ഇന്ന് നരേന്ദ്രമോദി വരുന്നതുകൊണ്ട് തന്നെ സൈഡിൽ ഒരു വണ്ടി ഗതാഗതം ഒന്നും പാടില്ല. നമ്മൾ ഓട്ടോക്കാരൊക്കെ റോഡിലൊന്നും വണ്ടി ഉണ്ടാവില്ല എന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയൊക്കെ എന്താ പാടുന്നുള്ളത് നമുക്ക് പോവാം. നമുക്ക് എന്താ പറയാ, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം. പിന്നെ ചിക്കൻ മേടിക്കണം. പിന്നെ അതിനെ വെജിറ്റബിൾസ് മേടിക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ പോകണം. അപ്പോൾ പോവാം. ഓക്കെ ഗൈസ്, വരൂ ഗൈസ്. നമ്മളിതാ പോവാണ്. അവിടെ ഗേറ്റ് അടക്കണം ഗൈസ്. ഇതാണ് നമ്മളെ വഴിൻ്റെ ഉള്ള WM സ്കൂളാണ് ഗൈസ്. ഗൈസ് ഇതാ നമ്മളെ മേപ്പാടി അങ്ങാടി കണ്ടുള്ളൂ. ഫുള്ള് റോപ്പൊക്കെ കെട്ടി വെച്ചിരിക്കണ്. ഗൈസ് ഇവിടെ തോനെ പോലീസുണ്ട്. ഇതാ നമ്മളവിടുത്തെ ഒരു കുടുംബശ്രീ കടയിൽ ഒരു പോലീസ് കാക്കിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ കടയിലും ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. നമ്മള് കാണിച്ചുതരാം കുറച്ചുകൂടെ പോകുമ്പോൾ കമ്പിയാണ് ഗൈസ് ഇത്. ഇവിടെ വേറെ മോഡൽ കമ്പിയാണ്. കുറച്ചുകൂടെ പോയാലും ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നത് നമ്മളെ മാർക്കറ്റാണ്. ബീഫ് ചിക്കനും ബീനൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ഈ ഭാഗത്ത്. അവിടെ ആ ഭാഗം മാത്രം ഒന്ന് ഒഴിച്ചു വെച്ചിരുന്നു. പിന്നെ നമ്മുടെ അവൽമിൽക്ക് കട നോക്കുക, പോലീസ് വണ്ടി മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നം വന്നതിൽ നമ്മളെ അവൽമിൽക്കിന്റെ ഷോപ്പൊക്കെ അടച്ചു പൂട്ടി. അവിടെ ഒരു പോലീസ് വണ്ടി നിൽക്കുന്നു ഗൈസ്. കാണിച്ചറാം. ഇതുവരെ ആൾക്കാരില്ല. നമുക്ക് വേണമെങ്കിൽ അത്രയും ഒഴിവാണ് ഗൈസ്. എല്ലാരും നമ്മളെ ഓട്ടോക്കാരൊന്നും കാണാനില്ല. കാക്ക വീട്ടിൽ വണ്ടി കൊണ്ടിട്ടിക്കാൻ നമ്മോട് പറഞ്ഞു. എനിക്ക് കടക്കണമൊക്കെ എടുക്കട്ടെ. ദിൽഫ് കിടക്കണമൊക്കെ ഇങ്ങനൊക്കെ കേറിയിട്ട് വാങ്ങുമ്പോ നമ്മൾ സാധനം വാങ്ങാൻ. ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങണ കട ഗൈസ്. ആണോ, നമുക്ക് ആവശ്യമുള്ള ഇതിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? ദിൽഫക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. പച്ചക്കറിയാണ് വയനാട്ടിലെ വലിയ മുളക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് 2 നാരങ്ങ, ഒരു നാരങ്ങ. ആരും കാണേണ്ട പച്ചക്കറി വറുക്ക്. ഞാൻ നോക്കിയിട്ട് നല്ല മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്യാറ്. കാരണം നമുക്ക് കൊറേ ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ നല്ല മാത്രം പെറുക്കുള്ളൂ. ഇതിലോ ചെറുത് പറിക്കാ ഫുൾ അരിയാ പണിയേക്കാ കേട്ടോ. ഇവിടെ പെറുക്കൊക്കെ ഇതാണ് ഇവിടുത്തെ കാക്ക. അല്ല ഇനി ഒരു ദിവസം കൂടെ ഇതുണ്ട് അവിടെ മുരുകയുണ്ട്. നമുക്ക് തേങ്ങ തന്നിട്ടുണ്ട് ഗൈസ്. മോദിജി വരുന്നൊരു തേങ്ങ സ്പെഷ്യൽ. മോദി അറിയാണ്ട് നിങ്ങൾ കടയിൽ ഒരു മനസ്സിലല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് തേങ്ങ തിന്നാം. ഒന്നുകൂടി കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഇവിടുത്തെ ആളാണ്.
രാവിലെ തന്നെ നീച്ചിട്ട് നമ്മൾ തേങ്ങ സർക്കൈ ഗൈസ് അവിടുന്ന് ഒരു നമ്മളെ ഔൽ മിൽക്കിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു പോലീസ് കാക്ക വരണം. പിന്നെ ഇതിനിടയിലൊക്കെ പോലീസുകാരുണ്ട്. ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ കമ്പിട്ട് കെട്ടിക്കുക. ഇതുവരെ ഇങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വണ്ടികളൊന്നുമില്ല, വെറും പോലീസും പോലീസ് വണ്ടിയും. ഇത് മിസ്റ്റർ അബ്ദുൽ വഹാബ്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും പോലീസിനെ കിട്ടിയാൽ നമുക്ക് സെൽഫി എടുക്കാം. ഈ തിരക്കിന്റെ ഇടയിൽ ഓരോ നമ്മളെ തെറി പറഞ്ഞ് ഓടിക്കുന്നില്ല. അതാ വേറെ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ നമ്മള് പച്ചക്കറി നമ്മുടെ നാട്ടിലൊക്കെ വേറെ ഒരു നമുക്ക് ചിക്കൻ മേടിക്കണം. നമുക്ക് നൈറ്റൊക്കെ ബിരിയാണിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ചിക്കൻ മേടിക്കാം. അപ്പൊ നമുക്ക് മറ്റു സാധനങ്ങൾ മേടിക്കാൻ പോവാം. മേപ്പാടി മൊത്തം പോലീസുകാർ കൊണ്ട് നിറഞ്ഞു. ആ നമ്മളെ ഫ്രൂട്ട് കടത്തെ ആക്കതാ. ഫ്രൂട്ട് കടത്തെ ആക്കടെ. മേപ്പാടിയൊക്കെ ഇവിടെ നമുക്ക് ലൈവായിട്ട് ഡാൻസ് കളിക്കാം. അത്രയും വണ്ടിയൊന്നും വരുന്നില്ല. അപ്പുറം കിടക്കാം. ഇനി വണ്ടി നോക്കണ്ട, ഡാൻസ് നടക്കാം. ഒരു കടയിലും ആൾക്കാരില്ല, നമ്മൾ മാത്രം ഇങ്ങനെ തെണ്ടി നടക്കും. പോലീസ് ഒരു സൂക്ഷിച്ചാ നോക്കുന്നത്. എറിയും തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ചിക്കൻ. ഇതാണ് നമ്മൾ ഇവിടുത്തെ ചിക്കൻ്റെ ഷോപ്പ്. ആ കക്കി നമുക്ക് ഇന്ന് ചിക്കൻ വെട്ടിത്തരുന്നു. നമ്മള് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു അക്ക. പോലീസ് നോക്കി നമ്മള് ആൾക്കാർ കാണാമല്ലോ. മോദിജി ഇവിടെ എത്തിയിരുന്നു. എല്ലാരും വാർത്ത കേൾക്കണേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വാർത്ത കേൾക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫോൺ കളിക്കാണ്. ഇവിടുത്തെ ആൾക്കാർ മൊത്തം വാർത്ത കേൾക്കാണ്. നമ്മളെ മുണ്ടക്കായി ദുരിതം ഉണ്ടായ ഭാഗത്ത് മോദി പ്രധാനമന്ത്രി നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരും വാട്സപ്പ് ഉണ്ട്. അവർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോവാം. നമ്മൾ തിരിച്ച് നമ്മളെ ഇവിടേക്ക് പോവാണ്. അപ്പുറം കിടക്കാം, വണ്ടി നോക്കണ്ട, ധൈര്യത്തിൽ കിടക്കാം. നമുക്ക് റോഡിൽ വേണമെങ്കിൽ ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അത്രയും ഇങ്ങനെ ഒഴിഞ്ഞിട്ടുള്ളൊരു റോഡ് ഇങ്ങനെ കാണിച്ചില്ല. പോലീസ് വണ്ടി ഓൺലി കഴിക്കും. നമുക്ക് ഇന്ന് അവരോട് ചൂട്ടേക്കോ. ഹലോ സാർ, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ വ്ളോഗാ, ഞങ്ങളെ വ്ളോഗാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എപ്പോഴാ അതിൽ കൂടി വരുന്നേ? പ്രൈം മിനിസ്റ്റർ സുൽഫിക്കർ അലി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, മിഥുൻ TV. ഇന്നത്തെ എപ്പോഴാണ് നമ്മളെ പ്രൈം മിനിസ്റ്റർ വരുന്നത്? വന്ന് നമ്മളെ മുണ്ടക്ക ഓ അതാണ് ഇങ്ങനെ. അല്ലല്ല, ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങള് ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഞങ്ങള് MLT പഠിക്കല്. ഇനിയിപ്പോ ഇന്റേൺഷിപ്പിന് വന്നത് 1 ഇയറിന്. പേര് റുസ്ന. ദിൽഫ. വ്ളോഗ് കണ്ടോളിട്ടാ, ദിൽഫ സൈൻ യൂട്യൂബില്. ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ ദിവസത്തെ കുറിച്ച് പറയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ കുറിച്ച് ദിവസത്തെ എന്താ പറയാനുള്ളത്? ഏതാ കാക്ക, ഏതാ നാട്? തൃശ്ശൂർ. ആ ഞങ്ങൾ നേമുണ്ട് തൃശ്ശൂര്. അപ്പൊ ഞങ്ങക്ക് മനസ്സിലായിട്ടാവും കേട്ടപ്പോ. വയനാട് ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ അന്തരീക്ഷം എടുത്തതാ. ഞങ്ങൾ മേമ തൃശ്ശൂരിലാണ്. അപ്പൊ വെള്ളിക്കുളങ്ങര. മക്കളൊക്കെ ഇങ്ങനത്തെ സംസാരിക്കാം. അപ്പൊ വേറെ അറിയാം. കേരളത്തിൽ ഭരണി നടക്കുന്ന ഒരു സ്ഥലമാണ്. 4 മണി വരെ ഇപ്പൊ ഈ റോഡൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പൊ റോഡ് ഇത് ഗതാഗതം 4 മണി വരെ ഇതാക്കിട്ടുള്ളത്, നിരോധിച്ചിട്ടുള്ളത്. ആ ഓക്കെ.
ഇതിന്റെ പിന്നാലെ തന്നെ അല്ലേ? നമ്മളങ്ങ് കണ്ണൂർ തന്നെയല്ലേ? ഇന്ന് തിരിച്ചു പോവോ നമ്മള് തിരിച്ചു പോകും. ഓക്കെ സ്റ്റേ അപ്പം സ്റ്റേ ഒക്കെ എവിടെ ഇരുന്നു ഇവിടെ തന്നെ അവിടെ തന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ എയർ ക്യാമ്പിൽ ഇവിടെ ടൂറിസ്റ്റ് ഹോം ഉണ്ടോ? ഗ്രീൻലാൻഡ് പിന്നെ ഇവിടെ WMS സ്കൂളിൽ കുറെ പോലീസുകാരുണ്ട്. അവിടെ അത് സായുധ സേന. നമ്മള് ലോക്കൽ പോലീസ് കണ്ണൂര്. ഓക്കെ ഓക്കെ അപ്പൊ ശരി കാക്ക. ഇത് നമ്മൾ പറയാനേക്കാൾ വ്യത്യാസമായിട്ട് വരുന്നത്. അയ്യോ ഞങ്ങളിത് നോർമലാക്കി ഇടുന്നതാ. ഗൈസ് നമ്മള് ഒരു ലേഡി പോലീസ് നടന്നു വരുന്നു ഗൈസ്. നമുക്ക് സെൽഫി എടുക്കണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് സെൽഫി എടുത്താൽ ഗൈസ് അപ്പൊ നമ്മള് അമ്മ ഇപ്പത്തിന് വ്ളോഗ് എടുത്തത് യൂട്യൂബ് വീഡിയോ. ഇതാണ് നമ്മളവിടെ റോപ്പ് കെട്ടിയിട്ടുള്ളത്. ഇങ്ങനെ പോയിട്ട് ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴിക്കുള്ള WMS സ്കൂള്. ഇവിടെ ഫുള്ള് പോലീസും കാര്യങ്ങളാണ്. ഇവരാണ് ഇവിടെ ഓൾറെഡി നമ്മൾ ദുരിതാശ്വാസത്തിന് വേണ്ടിട്ട് ഇറക്കി ആമി ഇറക്കിയ ഫോഴ്സാണ് ഇവര്. അവർ അന്ന് മുതൽ ഇന്ന് ഇവിടെ ഉണ്ട്. നമ്മൾ എന്നും വരുമ്പോ കാണുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ ഉള്ളിലാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഡ്യൂട്ടിക്കാണ്. ഡ്യൂട്ടിയിലാണ് കഴിച്ചത്. അപ്പൊ നമ്മള് പ്രൈം മിനിസ്റ്റർ എന്താണ് പോലീസ് പറഞ്ഞ പോലെ ബസ്സിലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു 4 മണി ആ ടൈമിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക. അതുവരെ ഇവിടെ ഇതേപോലെയുള്ള ബ്ലോക്ക് അല്ല എന്താ പറയാ പ്ലെയിൻ ആയിട്ടായിരിക്കും നമ്മളെ റോഡും കാര്യങ്ങളും കെടുക്കുക. അപ്പൊ നമ്മളെന്തായാലും കഴിച്ച് നമുക്ക് തിന്നാനുള്ള ഫുഡൊക്കെ മേടിച്ച് നമ്മള് നൈറ്റിക്ക് നമ്മള് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിക്കണം ഗൈസ്. അപ്പൊ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് സിൻസി പോണേ. ശേലതാ എന്തിട്ടാണ് ചിക്കനും കൊണ്ട് മുന്നേറുന്നു. അപ്പൊ ഗൈസ് നമ്മള് എന്താ പറയാ കൊറേ അവിടെ ഇവിടെയൊക്കെ നടന്നു. കുറേ സാധനങ്ങളൊന്നും പറയില്ല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിതാ വന്നു. ഇപ്പൊ ടൈം ഒരു 1:30-2 മണി ആയിട്ടുണ്ടാവും. ഗൈസ് ഇതാണ് നമ്മൾ ആസിത്താന്റെ വീട്. ആസിത്തെ ഉള്ളിലാണ്. ഓക്കെ ഇങ്ങനെ തെണ്ടി നടക്കണം, ഒരു കവറും പിടിക്കണില്ല. യെസ് നമുക്ക് വ്ളോഗ് മുന്നോട്ട് പോകണമെങ്കിൽ ഗൈസ് ഞാൻ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കണം. ഇതുപോലെ കുറേ വ്ളോഗുകൾ ഞങ്ങളെ ഫോണിലുണ്ട് ഗൈസ്. അതൊന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതും അതുപോലെ ഒരു അപ്ലോഡ് ചെയ്യാത്ത വീഡിയോ ആവാൻ നമ്മൾ സമ്മതിക്കുന്നതല്ല. കാരണം ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ സ്റ്റെപ്പ് നോക്കി ഇറങ്ങണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പൊ നമ്മള് നിങ്ങൾക്ക് അപ്പുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ നമ്മളെ വീട്ടിലെത്തി ഇനി നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ കാണാം ഗൈസ്. വരും നമുക്ക് മോദിനെ കാണാം ഗൈസ്. ഞങ്ങൾ ഓടിയപ്പോക്കി മോദി പോയി ഗൈസ്. ഇവിടെ കുറെ ന്യൂസിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയൊക്കെ ഗൈസ് ഞങ്ങൾ നല്ല മാറ്റി ഒരുങ്ങി ആൾക്കാരൊക്കെ ഉണ്ടാവും വിചാരിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഓടി പോന്നപ്പോ ഗൈസ് എല്ലാരും പോയി. ഇവിടുത്തെ പോലീസും പോയി, ഒരു മനുഷ്യല്ല. പോലീസ് ഉണ്ട് കേട്ടോ, പോലീസ് ഉണ്ട്, മീഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഗവർണർ പ്രധാനമന്ത്രി എല്ലാരും പോയി. ഒരു വരവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കാണാന്നൊക്കെ ഉണ്ടായിരുന്നു. വേറെ വീഡിയോ കിട്ടാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആസ്റ്റ് വീഡിയോ അയച്ചാ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്ര ഉള്ളു ഗൈസ്. ഒക്കെ കൊളായി എല്ലാം മൂഞ്ചി പോയി. പോലീസുകാരെ തോക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? എല്ലാരും കണ്ടോളൂ. ഇവിടെ തോന്നെ പോലീസുകാർ പോയിട്ട് കയ്യില് എല്ലാരും പോയി കഴിച്ചു. ഇനി മോദി ഇങ്ങോട്ട് വരില്ല, ഇനി പ്രൈം മിനിസ്റ്റർ ഇങ്ങോട്ട് അപ്പൊ എല്ലാരും പോയി. നമുക്ക് ഇനി പോയി ബിരിയാണി കഴിക്കാം. ബിരിയാണി നമ്മൾ ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ സങ്കടത്തിൽ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വൈൻഡപ്പ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് നമ്മൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ആലോചിച്ചത് അതിൻ്റെ വൈൻഡപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്ക് ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മോദിനെ കാണാൻ പറ്റില്ല ഗൈസ്. നമ്മൾ ഓടിപ്പോയെങ്കിൽ നമുക്ക് മോദിനെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഇവിടുന്ന് കിട്ടിയൊരു ക്ലിക്ക് മാത്രമാണ്. ആക്ച്വലി നമ്മൾ മോദിനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ റൂമിൽ ഒന്ന് പുതിയൊരു കുട്ടിയാണ് നിൽക്കുന്നത് ഗൈസ്, പരിചയപ്പെടുത്തരാം. ഇതാണ് പുതിയ കുട്ടി, ഫാത്തിമ അഞ്ചല എന്ന പേര്. പിന്നെ നമ്മളെ ശേലുണ്ട്. ശേല ഇവിടെ ഇരുന്ന് ചായ കുടിക്കണം ഗൈസ്. ഇല്ല വെറുതെ പറയാം, നല്ല പരമ്പര. പിന്നെ ഗൈസ് അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.